എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പേപ്പർ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേപ്പറിനെ കൊണ്ടൊരു പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഗ്ലൂ ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് കുറച്ച് ഡിസൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കെച്ച് പെൻ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ പെന്ന് വെച്ചിട്ടോ ഒക്കെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെയിൻബോ ക്ലൗഡിൻ്റെ ഒരു പിക്ചറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പിക്ചർ വേണമെങ്കിലും ഇതിൽ വരച്ചെടുക്കാം. ഈ പേപ്പറിനെ ഞാനൊരു പാറ്റേൺ പേപ്പറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. 3 ഫോൾഡായിട്ടാണ് മടക്കേണ്ടത്. ഇപ്പം ഞാൻ ആ സൈഡിലത്തെ സെല്ലോ ടേപ്സ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഗ്ലൂ യൂസ് ചെയ്യാണ്ട് ഈ സൈഡ് ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മുടെ ആ സൈഡിലുള്ള സെല്ലോ ടേപ്പൊക്കെ ഒരുമിച്ച് സ്റ്റിക്കായിട്ട് അതവിടെ ഒരു പൗച്ച് പോലെ ഫോം ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ ജസ്റ്റ് സൈഡിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പേപ്പർ കൊണ്ടൊരു പൗച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വേസ്റ്റ് പേപ്പേഴ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിന് മൂന്നാമത്തെ ഫോൾഡും കൂടെ കൊടുത്തിട്ട് അവിടെ ഇതുപോലെ ഒരു കേർവ് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് പൗച്ചിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റിക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സിപ്പറോ വെൽക്രോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേറെ മെത്തേഡാണ് ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡാണ് എടുക്കുന്നത്. ചെറിയ റബ്ബർ ബാൻഡ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. റബ്ബർ ബാൻഡ് എടുത്തിട്ട് എൻ്റെ ഓപ്പണിങ്ങിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റബ്ബർ ബാൻഡ് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്.
ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബട്ടണാണ്. അപ്പം ഇതൊരു ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു പഴയ ബട്ടണാണ്, ഒരു ക്ലോത്തിൻ്റെ ബട്ടണാണ്. അപ്പം അതെടുത്തിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സെക്യൂർ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിപ്പറും വെൽക്രോ അല്ലെ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും നമുക്ക് നല്ല സെക്യൂർ ആയിട്ട് തന്നെ നമ്മുടെ പെന്നും പെൻസിലും ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റുന്നതാണ്, കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇത് വാട്ടർ പ്രൂഫുമാണ്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തിട്ടൊക്കെ പോവാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.